അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരല്പം സ്പെഷ്യലാണ്. അതായത് നമ്മൾ ഏറെ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിൻ്റെ തുടക്കമാണ് കേട്ടോ ഇന്ന്. കുടിയിരിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഏകദേശം 7 മാസമായിട്ടുണ്ട്. ബട്ട് നമ്മൾ ഇതുവരെ സ്വന്തമായിട്ടൊരു കിണർ കുത്തിയിട്ടില്ല. ഇന്നിതാ അത് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പതിവിലും നേരത്തെ കാലത്ത് തന്നെ നമ്മൾ എണീറ്റിട്ടുണ്ട്. ഏകദേശം ഒരു 7 മണിക്കാവുമ്പോഴേക്ക് പണിക്കാരും എത്തി തുടങ്ങും കേട്ടോ. 8 മണിക്ക് നീക്കണോ 6 മണിക്ക് നീറ്റപ്പുള്ള ഒരു അവസ്ഥയാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ മുഖത്ത് നിങ്ങൾ കാണുന്നത്. ആ ഒരു മന്ദപ്പ് തീർക്കാനും വേണ്ടിയിട്ട് ആള് രാവിലെ തന്നെ കിച്ചണിൽ കയറിയിട്ട് ഒരു ചായ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കൂട്ടത്തിൽ എനിക്കും ഒരു ഗ്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. കൊടും ചൂടായതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഹോളിലാട്ടോ കിടക്കൽ. കുട്ടികളൊന്നും എണീറ്റിട്ടില്ല, നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവരൊക്കെ വരുന്നതിന് മുമ്പായിട്ട് ഞാൻ എൻ്റെ കിച്ചണിലുള്ള കുറച്ച് കലാപരിപാടികളുണ്ടല്ലോ, അതായത് രാവിലത്തെയും അല്ലാത്തെയും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് തീർക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയാണ്. അതിനുള്ള അരിയും കടലയും ഒക്കെ നമ്മൾ കുതിർത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ കറി അവിടെ കുക്കറിലാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഭയങ്കര സമാധാനമാണ് കേട്ടോ. ആദ്യം തന്നെ കറി ഉണ്ടാക്കി വെച്ചാൽ എന്നിട്ടാണ് അപ്പത്തിനുള്ള അരിയൊക്കെ അങ്ങോട്ട് അരച്ചെടുക്കണത്. ദെൻ അപ്പൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ചുട്ടെടുക്കണുണ്ട്. ഇന്നിപ്പം കാര്യമായിട്ട് കുക്കിംഗ് ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്നവർ എപ്പോഴും പറയലുണ്ട് ഫുഡാണ് മെയിൻ എന്ന്. കമൻറ്റ് ബോക്സൊക്കെ ഞാൻ ചെക്ക് ചെയ്യാറുണ്ട് കേട്ടോ. എല്ലാ കമൻറ്റിനും ഞാൻ റീപ്ലൈ കൊടുക്കലുണ്ട്. അപ്പോൾ അതിലൊക്കെ ഫുഡിനെ കുറിച്ചിട്ടാവും അധികവും എനിക്ക് കമൻറ്റ് വരല്ലേ. അൽഹംദുലില്ലാഹ് ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും ഒക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടും എനിക്ക് ഭയങ്കര വാല്യൂബിളാണ്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് നിങ്ങൾ ചാനൽ സബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി നമ്മുടെ കാര്യത്തിലോട്ട് കിടക്കാം അല്ലേ. അങ്ങനെതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏകദേശം അത് തീരാറായപ്പോൾ തന്നെ നമ്മുടെ പണിക്കാരും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവർ അങ്ങനെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുവാണ്. അപ്പോൾ ഫസ്റ്റത്തെ കൊത്തൽ തന്നെ എൻ്റെ ഹസ്ബൻഡാണ് ചെയ്യണത് കേട്ടോ. മാഷാ അല്ലാ, ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. എൻ്റെ ഫാദറിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ആളെ ഇക്കാരം ഇത് തുടങ്ങുക. ഇതിപ്പോൾ ആൾക്ക് ഈ ഒരു ടൈമായപ്പോൾ ഇവിടെ എത്താൻ പറ്റിയില്ല. അങ്ങനെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓല് എൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ, എന്നോടും കൊത്താൻ പറഞ്ഞേ. പക്ഷെ ഞാൻ കൊത്താണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കാലിനെ ഇക്കാരം തട്ടുക. അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിന്നില്ല. ഓല് പണിയെടുക്കുമ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ നോക്കിക്കാൻ തോന്നേ. പക്ഷെ കുറേ നേരം നോക്കിന്ന അവരെന്താ കരുതുക, ഇത് ഏതോ സുഖമില്ലാത്ത പെണ്ണാന്ന് കരുതൂലേ. അത് കരുതിയിട്ട് മാത്രം നമ്മളവിടെ വല്ലാണ്ട് നോക്കി നിൽക്കാൻ നിന്നില്ല. നേരെ കിച്ചണിൽ കയറിയിട്ട് ഒരിക്കുള്ള ചായയൊക്കെ അങ്ങോട്ട് സെറ്റാക്കാമെന്ന് വിചാരിച്ച്. അതായത് വരുന്ന സമയത്ത് തന്നെ ഒരു കട്ടനും അങ്ങനെ അതിക്ക് എന്തെങ്കിലുമൊക്കെ ചെറുകടിയൊക്കെ കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ അതിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ ഒൽക്കുള്ള ചായയൊക്കെ അവിടെ സെറ്റാക്കിയിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് അതൊക്കെ കൊണ്ടേ കൊടുക്കണമുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് നമ്മുടെ കിണർ കുഴിക്കണത്. ഇതിൻ്റെ ആ ഒരു സ്ഥാനം നോക്കലൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. ലിങ്ക് ഞാനിവിടെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ടാഗ് ചെയ്യാം. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കയറി കാണണേ. ഇവിടുത്തെ കൊത്തലും ബഹളവും എല്ലാം കൂടെ കേട്ടിട്ട് ഐവുട്ടനൊക്കെ നേരത്തെ കാലത്ത് തന്നെ എണീറ്റിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പറഞ്ഞല്ലോ അപ്പവും കടലക്കറിയാണ് എന്നുള്ളത്. അങ്ങനെ എല്ലാവരും കൂടെ കൂടിയിട്ട് അതൊക്കെ കഴിച്ച് നേരെ കഞ്ഞിപ്പരിപാടിയിലോട്ട് നിന്ന് നമ്മൾ ഇവരെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്. അതായത് 10-11 മണിയാവുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കൊടുക്കണമല്ലോ, അപ്പോൾ എന്താ വേണ്ടത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർ നമ്മളെടുത്ത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഞ്ഞിയും പിന്നെ സാധാ എന്തെങ്കിലുമൊക്കെ കൂട്ടാനോ ഉപ്പേരികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മതി എന്നുള്ളത്. അതായത് കഞ്ഞി മതി എന്നുള്ളത്. അപ്പോൾ നമ്മൾ കഞ്ഞി സെറ്റാക്കുന്നുണ്ട്. കഞ്ഞി വെച്ചിട്ടുണ്ട് അവിടെ. അതിലേക്ക് പച്ചക്കായ ഉണ്ടല്ലോ, അതിൻ്റെ കൂട്ടാനാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. മെഴുക്ക് പുരട്ടി ആയിട്ടാണ് നമ്മൾ സാധാരണ ഇവിടെ ഉണ്ടാക്കൽ. പക്ഷെ അതെല്ലാവർക്കും ആ ഒരു വെളുത്തുള്ളിയുടെയും ചെറിയുള്ളിയുടെ ഒക്കെ ഫ്ലേവർ അങ്ങോട്ട് ഇഷ്ടമായിക്കോണമെന്നില്ല. സോ നമ്മൾ ഈ നാടൻ സ്റ്റൈലിൽ വെക്കണ പച്ചക്കായ കൂട്ടാനൊക്കെ ഉണ്ടല്ലോ, അതാണ് സെറ്റാക്കണത്. അപ്പോൾ അതിനുള്ള പച്ചക്കായൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പച്ചമുളകും ഒക്കെ ആഡ് ചെയ്തിട്ട് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അതവിടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാൻ. കഞ്ഞി പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ വെച്ചിരുന്നു എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. അതായത് ഇത് ഏകദേശം നല്ലോണം വേവാൻ പാടില്ല. അതിന് മുമ്പ് നമുക്കൊന്ന് ഉച്ചക്കൊക്കെയുള്ള ചോറ് അതിൽ നിന്ന് അങ്ങോട്ട് ഊറ്റിയെടുക്കണേ. എന്നിട്ട് ബാക്കിയുള്ളത് കഞ്ഞിയാക്കിയിട്ട് അതിലെന്നെ ഇട്ടിട്ട് ഒരുക്കും വേണ്ടിയിട്ടുള്ളത് വേവിച്ചെടുക്കുകയാണേ. 2 ട്രിപ്പാക്കി വെക്കണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. ഇതിൻ്റെയൊക്കെ ഇടയിലും നമ്മുടെ കണ്ണ് പോണത് നമ്മുടെ കിണർ പണിയിലോട്ടാണ്. എവിടം വരെ എത്തിയെന്നറിയായിട്ടുള്ള ആ ഒരു ശുഷ്കാന്തി ഉണ്ടല്ലോ, അതാണ്. പണിയൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഏകദേശം 1 മണിക്കാവുമ്പോഴേക്ക് ഇവർ സ്റ്റോപ്പ് ചെയ്ത് പോകും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല, അത്രത്തോളം വെയിലാണ്. എക്സ്പെഷ്യലി നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഓവർ ചൂടാണ് കേട്ടോ, സഹിക്കാൻ കഴിയാത്ത ചൂടാണ്. ഈ ഒരു പൊരി വെയിലത്ത് ഇങ്ങനെ നിന്ന് പണിയെടുക്കണ പോലെയൊക്കെ സമ്മതിച്ചേ പറ്റുള്ളൂ.
പിന്നെ ഏത് ജോലിക്കും അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ടാവുമല്ലോ. അതായത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പെടുന്ന പെടാപ്പാട്. നമ്മുടെ ബാക്കിയുള്ളവരുടെ അവസ്ഥയും ഇതൊക്കെ തന്നെയാണ്. പഠിച്ചവൻ എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും എല്ലാം കൊടുക്കട്ടെ. ഐബുട്ടനെയും കൂട്ടിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ റീസൺ എന്താന്ന് വെച്ചാൽ നമ്മുടെ ഐബുട്ടന് ആകെ മൊത്തം ചൂടുകുരുവാണ് കേട്ടോ. തലയൊന്നും കാണാൻ വയ്യ. മുടിയാണെങ്കിൽ നല്ലോണം വളർന്നിട്ടുണ്ട്. നമ്മൾ ഇത്തിരി ഒന്ന് ആവുമ്പോഴേക്കും മുട്ടക്കുട്ടിയാക്കണതല്ലേ. ഇതിപ്പോൾ ഇച്ചിരി വൈകി പോയിട്ടോ മുട്ടയടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം മുടി വളർന്നിട്ടുണ്ട്. ആളാണെങ്കിൽ ഏത് നേരം മാന്തി ചൊറിഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പോയിട്ട് അങ്ങോട്ട് മുട്ടയടിക്കാമെന്ന് വിചാരിച്ച് നിഷും ഹസ്ബൻഡും കൂടെ കൂടിയിട്ട് ഐബുട്ടനെയും കൂട്ടിയിട്ട് മുട്ടയടിക്കാൻ പോവുകയാണേ. മുട്ടയടിച്ചാൽ കുറച്ച് സമാധാനം ഉണ്ടാകും. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓരോ ടൈം ആകുമ്പോഴേക്കും ഇവർക്ക് കഞ്ഞിയൊക്കെ എടുത്ത് കൊടുക്കണം എന്നുള്ളത്. അത് പ്രകാരം ഞാനിതവിടെ കഞ്ഞിയും ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ അച്ചാറും വേറെയും 2 വിധ അച്ചാറൊക്കെ വെച്ചിരുന്നു കേട്ടോ. ഇതിൽ വീഡിയോയിൽ ഞാനിത് മാത്രമേ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ മുട്ട അടിക്കാൻ പോയാലൊക്കെ പെട്ടെന്ന് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കേടാ, നോക്കട്ടെ. അതോടുന്ന് വാങ്ങിയ മുട്ടക്കാക്ക. ഓ, നല്ല ഉണ്ടല്ലേ. ബാക്കിലും ഒക്കെ ഉണ്ട്. ഒന്നായിട്ട് അവൻ്റെ തല നോക്ക്. അത് ഇതാ കുത്തിയിട്ട് വേണ്ടിരും, ഓട്ട കുത്തിയിട്ട് വേണ്ടിരും. അമ്പൻ കുയ്. ഈ ഒരു സെയിം ഡേ നമുക്കങ്ങനെ ലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരുപാടൊന്നും സെറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതായത് ആകെ കൂടെ നമ്മൾ ആ ഒരു കഞ്ഞിയും ചോറും പിന്നെ പച്ചക്കായയുടെ ആ ഒരു കൂട്ടാനും തന്നെ ഉണ്ടാക്കിയിട്ടുള്ളേ. ബാക്കി നമുക്ക് കഴിക്കാനുള്ള നമുക്ക് ലഞ്ചിനുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഓൾറെഡി ഇരിപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ആ ഒരു തൽക്കാല നേരം ആകുമ്പോഴേക്കും അങ്ങോട്ട് എടുത്ത് ചൂടാക്കിയാൽ മതി. അതുകൊണ്ട് തന്നെ കുളിക്കലും നനക്കലൊക്കെ നേരത്തെ കാലത്ത് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇവിടെ താഴെ വീട്ടിൽ നിന്ന് കൊടുന്നതാണ് കേട്ടോ. വലിയൊരു കരിവേപ്പില മരം തന്നെ ഉണ്ടോ. അപ്പോൾ കൊമ്പിട്ടുമ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്കും കൊടുന്ന് തരലുണ്ട്. അല്ലാത്തപ്പോഴും നമ്മൾ അവിടെ തന്നെയാണ് പോയി പറിക്കലേ. ഇതിപ്പം നമ്മളിങ്ങനെ ഒരു ബോക്സിലോട്ട് മാറ്റുകയാണ്. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ ദിവസം കേട് വരാണ്ട് തന്നെ ഇരിക്കും. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ളോഗിൽ നമ്മൾ ഇത്രയൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇൻഷാ അല്ലാ നമ്മുടെ കിണർ പണി നല്ല രീതിയിൽ പൂർത്തിയാകാനും പെട്ടെന്ന് തന്നെ വെള്ളം കാണാനും എല്ലാവരും മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം. ഇന്നിപ്പം അവർ ഒരു കോലാണ് കുത്തിയിട്ടുള്ളത് കേട്ടോ. അതായത് ഈ കിണറിൻ്റെ കണക്ക് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് വരിക. നമ്മുടെ ഈ ഒരു കുഞ്ഞു സന്തോഷം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കിണർ പണിയുടെ ബാക്കി അപ്ഡേഷനും നമ്മുടെ മറ്റു പല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. എനിവേ, താങ്ക്സ് ഫോർ വാച്ചിങ്.